Hi friends, welcome to my venue. അപ്പോൾ ഇന്ന് ഞാൻ ഇതിന്റെ ഈ ഒരു പാറ്റേണിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഡാർക്ക് ബ്ലൂലോട്ട് ചെയ്തേക്കുന്നതാണ്, അതായത് ഡാർക്ക് നേവി ബ്ലൂ എന്ന് പറയില്ലേ, ആ കളറിലോട്ട് ചെയ്തേക്കുന്നതാണ്. അതിനകത്തോട്ട് ഈ യോക്ക് പോർഷനിൽ ഫുള്ളി ത്രെഡ് വർക്ക്. നമ്മൾ എപ്പോഴും ഈ ഒരു നെറ്റ് ഫാബ്രിക്കിലോട്ട് കുറെ വർക്ക് വരുന്നത് യോക്കിലേക്ക് ആഡ് ചെയ്യുന്ന അങ്ങനെ സിമിലർ വർക്കാണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് നേരെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് ഞാനിപ്പോൾ ബ്ലാക്കും പ്ലസ് ഒരു മജന്ത കോമ്പിനേഷനാണ് അതിൽ ത്രെഡ് വർക്ക് ചെയ്തേക്കുന്നത്. ഇത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പം ഇതിന്റെ യോക്ക് ഷേപ്പ് നമ്മൾ ഇതുപോലൊരു സ്ക്വയർ ഷേപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് നെക്ക് പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈനിങ് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഡാർക്ക് ബ്ലൂലോട്ടാണ്. ഞാൻ ഇതിന്റെ ക്ലോസ് ആയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വർക്ക് കാണുമ്പോൾ അറിയാം, നോർമൽ നെറ്റിലേക്ക് കൊടുത്തേക്കുന്ന ഒരു വർക്ക് അല്ല ഇത്. കണ്ടോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു തിക്കായിട്ട് ഒരു ചിക്കൻ കാരിയുടെ വർക്ക് പോലെ ത്രെഡ് വർക്ക് ബ്ലൂവിൽ കൊടുത്തിട്ട് അതിനകത്തോട്ടാണ് ആ മജന്ത കളർ ത്രെഡ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, അതാണ് ഇത്രയും സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നത്. എന്നിട്ട് ഡൾ സീക്വൻസ്, വാട്ടർ സീക്വൻസ് ഒക്കെ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല, ഇതുപോലെ ഷൈനിങ് ആക്കുമ്പോഴാണ് കാണുന്നത്. അപ്പൊ അതൊരു ബോട്ട് നെക്ക് ഒരു സ്റ്റൈലിലേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു പാറ്റേൺ ബോട്ട് നെക്ക് വിത്ത് ലൈനിങ് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത കളർ ബ്ലാക്ക്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത്രയും നമുക്കിത് വെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. ബ്ലാക്കിലോട്ട് വന്നേക്കുന്നതും സെയിം ആ ഒരു ചിക്കൻ കാരി പോലെ സിമിലർ ആയിട്ടുള്ള വർക്ക് വന്നിട്ട് അതിനകത്തോട്ട് റെഡിന്റെ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്, റെഡ് വർക്ക്. അപ്പം അതാണ് രണ്ടിന്റെ ഡിഫറൻസ്. ഇപ്പൊ ഞാൻ ഈ വേറെ ചെയ്തേക്കുന്നത് ബ്ലാക്ക് ബ്ലൂവും ഇതിന്റെ ബ്ലാക്ക് വർക്ക് വരുന്ന ഈ ഒരു ലുക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ ഇതിന്റെ നെക്ക് പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് നമ്മളൊരു ഷേപ്പിലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു പാറ്റേണും കൂടെ വേറെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ബ്ലാക്കിന്റെ ലുക്ക് ഇതേപോലെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാ കളർ ടോണുള്ളവർക്കും മാച്ച് ആവുന്നതാണ്. ഈ ബ്ലാക്കും ഡാർക്ക് നേവി ബ്ലൂ എല്ലാവർക്കും മാച്ച് ആവുന്ന കളറാണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ആ കളർ നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നു. എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ബ്ലാക്ക്. അപ്പൊ അതിന്റെ യോക്ക് നമ്മൾ ഈ ഒരു ഷേപ്പിലോട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ട് ചെറിയ ഗ്യാദേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അത് പ്ലീറ്റ്സ് പോലെ തന്നെ അത്രയും ഫിനിഷിങ്ങിൽ ഗ്യാദേഴ്സ് കൊടുത്തേക്കുന്നത്. ഈ ബ്ലൂല് ചെയ്തേക്കുന്നത് പ്ലീറ്റ്സ് ആണ്. അപ്പം അതുപോലെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് രണ്ട് കളേഴ്സും. ഇതിന്റെ നെക്ക് പാറ്റേൺ ഇതുപോലെ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടാണ് അതിന്റെ ലൈനിങ് പോർഷൻ കൊടുത്തേക്കുന്നത്. അപ്പം ഇങ്ങനെ രണ്ട് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ഓർ ബ്ലൂ. ഇതേപോലെ അടിപൊളിയാണ്, ആരും മിസ് ചെയ്യരുത്. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ. അടിപൊളി ഒരു യെല്ലോ കളറിലോട്ട് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു എന്താ പറയാ, അങ്ങനെ വലിയ എംബ്രോയിഡറി കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു നീറ്റ് ഡിസൈൻ ആട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്ക് പോലെയുള്ളൊരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഒരു ഗ്രീനിന്റെയും കൂടെ ഷെയ്ഡ് വരുന്ന ഒരു യെല്ലോ ആട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പിസ്ത ഗ്രീനിന്റെ ഷെയ്ഡ് വരില്ലേ, പിസ്ത ഷെയ്ഡും കൂടി വരുന്ന മിക്സ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്. അതിനകത്തോട്ട് ഇതേപോലെ സെന്ററിൽ നമ്മൾ ഒരു കട്ടിങ് എല്ലാം കൊടുത്ത് സോഫ്റ്റ് ബോൾസ് എല്ലാം വെച്ചിട്ടുണ്ട്. സെയിം തന്നെ യെല്ലോ വെച്ചിട്ട് ഞാൻ ആ നെക്കിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം. ഇതേപോലെയാണ് ഇത് കണ്ടോ. ആ ഒരു ശരിക്കും ആ ഒരു വർക്ക് കണ്ടോ, ഒരുപാട് ഷൈനിങ്ങോ ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല സിമ്പിൾ ആയിട്ടൊരു വർക്കാണ്. നല്ല പ്യുവർ ഫാബ്രിക്കിലോട്ട് ചെയ്തേക്കുന്ന ഒരു ത്രെഡ് വർക്കുള്ള ഒരു ഡിസൈൻ ഫാബ്രിക് ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്താ പറയാ, ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. 48-49 ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ലീവിലോട്ട് ഒന്നും ബോർഡർ കൊടുത്തിട്ടില്ല, സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു നെക്കൊക്കെ വെച്ചിട്ട് മിഡിൽ ഒരു കട്ടിങ് വെച്ചിട്ട് സോഫ്റ്റ് ബോൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെയിം ടോൺ തന്നെ നമുക്ക് വേണമെങ്കിൽ ദുപ്പട്ടയും കൂടെ അറേഞ്ച് ചെയ്ത് തരാം, അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു 10 to 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.